ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇന്റർനെറ്റിൽ ആദ്യം കാണുന്ന ഒരു കാര്യം വിശ്വസിക്കരുത്. ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. 28 years later എന്ന് പറഞ്ഞിട്ട് ഒരു സോംബി മൂവി വരുന്നുണ്ട് ജൂണിൽ. ഈ സിനിമ ആക്ച്വലി ഒരു സീക്വൽ ആണ്. 28 days later എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡാനി ബോയിൽ ഉണ്ടല്ലോ, സ്ലം ഡോഗ് മില്യണർ ഒക്കെ എടുത്ത പുള്ളി ഡയറക്ട് ചെയ്തിട്ട് കിലിയൻ മർഫി മെയിൻ ക്യാരക്ടറായിട്ട് വന്ന ഒരു സോംബി മൂവിയാണ്. അതേ യൂണിവേഴ്സിലുള്ളതാണ് ഈ വർഷം ഇറങ്ങുന്ന സിനിമ. അപ്പൊ ഇതിന്റെ ഒരു ടീസർ വന്നപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഭയങ്കര സോംബി ആയിട്ട് ഭയങ്കര മെലിഞ്ഞിട്ട് ഒരു സോംബിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ആൾക്കാർ തുടങ്ങി ഇത് കിലിയൻ മർഫി ആണ്. കിലിയൻ മർഫി നമ്മുടെ ക്രിസ്ത്യൻ ബെയിലൊക്കെ ചെയ്യുന്ന പോലെ മെലിഞ്ഞ് ഉണങ്ങി അങ്ങനെ എല്ലും കൂട് മാത്രമായിട്ട് സ്കെൽട്ടൺ പോലെയുള്ള ആളായിട്ട് വന്നതാണ്, സോംബി ആയിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കിയ കഥ. എല്ലാവരും ഇത് കാണുകയും ചെയ്തു, വിശ്വസിക്കുകയും ചെയ്തു. ആദ്യം ഞാൻ കണ്ടപ്പോഴും വിശ്വസിച്ചു. ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ഏകദേശം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ഇറങ്ങും ആദ്യം, പിന്നെ അതിന്റെ കണ്ടിന്യൂഷനും അതിന്റെ സത്യാവസ്ഥയൊക്കെ പിന്നീട് വരുന്നതൊന്നും ആരും കാണുകയില്ല. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് കിലിയൻ മർഫി അല്ല. ഈ സിനിമയിൽ കിലിയൻ മർഫിയെ ഇല്ല, കാസ്റ്റിന്റെ ലിസ്റ്റിൽ പോലും പുള്ളി ഇല്ല. ആംഗസ് നീൽ എന്ന് പേരുള്ള ഒരു ആക്ടറാണിത്. പുള്ളി തന്നെ വന്ന് ഒരു പോസ്റ്റ് ഇട്ടതാണ്, ഇത് കിലിയൻ മർഫി ഒന്നല്ല, ഇത് ഞാനാന്ന് പറഞ്ഞിട്ട്. അപ്പൊ സത്യം പറയൂ, നിങ്ങൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ എന്താ വിചാരിച്ചത്? ഇത് കിലിയൻ മർഫി ആണെന്നാണോ അല്ല എന്നാണോ? കമന്റ് ചെയ്യൂ.